നമസ്കാരം. കേരള ട്രഷറി കോഡിന്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ക്വസ്റ്റ്യൻ പേപ്പർ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്യുകയാണ്. അപ്പോ ഇത് 35ാമത്തെ എപ്പിസോഡാണ്. 34 എപ്പിസോഡുകളിൽ നമ്മൾ കണ്ടന്റും കുറച്ച് ചോദ്യങ്ങളും ഒക്കെ അങ്ങനെ പറഞ്ഞ് പോയതായിരുന്നു. 35ാമത്തേത് മുതൽ ഇതിന്റെ സ്വഭാവം ഒന്ന് മാറ്റിയിട്ടുണ്ട്. കറക്റ്റ് നിങ്ങൾക്ക് ഈ പിന്നെ ഉത്തരങ്ങൾ എഴുതാൻ തക്കവണ്ണം ക്ലാസ്സുകൾ രൂപപ്പെടുത്തിയിരിക്കുക. ഇനിയിപ്പോ നമുക്ക് റിസൾട്ട് ആണ്. ആദ്യം നമ്മൾ കണ്ടന്റുകളിലൂടെ ഒന്ന് ഓടിപ്പോയി. ഇനിയിപ്പോ നമുക്ക് റിസൾട്ട് കിട്ടണം, പരീക്ഷ എഴുതണം, പാസ്സാവണം. അപ്പൊ ഈ ഒരു പക്ഷെ ഞാൻ അതിന്റെ ഒരു വിശദീകരണം ഒന്ന് പറഞ്ഞോട്ടെ. എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാല് ഏറ്റവും എളുപ്പത്തിൽ പാസ്സാകാൻ പറ്റുന്ന ഒരു പേപ്പർ ഏതാണ് എന്ന് എന്നോട് ചോദിച്ചാല് ഞാൻ പറയും ട്രഷറി കോഡാണെന്നാ പറയാം, KTC ആണ്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാല് ഈ KTCയിൽ ഒരുപാട് ഫോറങ്ങളുണ്ട്. ആ ഫോറങ്ങള് നമുക്ക് ഇൻഡെക്സ് നോക്കി ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോ പിന്നെ ഇത് ചെയ്യുമ്പോൾ ഈ പേപ്പർ എഴുതുമ്പോൾ നിർബന്ധമായിട്ടും നിങ്ങൾ ഇതിനുള്ള 3 പുസ്തകങ്ങളും ഗവൺമെന്റ് അംഗീകരിച്ച പുസ്തകങ്ങള് ഈ പരീക്ഷാ ഹാളിൽ കൊണ്ടുപോകണം. പുസ്തകങ്ങൾ ഏതൊക്കെയാ? കേരള ട്രഷറി കോഡ് വോളിയം 1. രണ്ടാമത്തെ പുസ്തകം കേരള ട്രഷറി കോഡ് വോളിയം 2. മൂന്നാമത്തെ പുസ്തകം കേരള അക്കൗണ്ട് കോഡ് വോളിയം 2. ഈ 3 ബുക്ക് വിത്ത് ടെസ്റ്റ് ആണ്. അപ്പൊ 3 ബുക്കും നിങ്ങൾ പരീക്ഷാ ഹാളിൽ കൊണ്ടുപോകണം. ഇതില് ഈ കേരള ട്രഷറി കോഡ് ഇതില് ഏകദേശം 35ഓളം ചോദ്യങ്ങൾ ഈ ഫോറങ്ങൾ മാത്രം ചോദിക്കുന്നുണ്ട്. നമുക്ക് 40% മാർക്കേ പാസ്സാകാൻ വേണ്ടു. ഇതിൽ തന്നെ ഫോറങ്ങൾ മാത്രം 35, ചിലതിൽ 40, 42 വരെ ചോദ്യങ്ങൾ, ഫോറങ്ങളുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പോൾ വളരെ എളുപ്പമാണ്. അത് ഇൻഡെക്സ് നോക്കി കണ്ടുപിടിച്ച് എഴുതുക വേണ്ടു. അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ പറഞ്ഞാല് ഈ കേരള ട്രഷറി കോഡ് വോളിയം 2ലാണ് ഈ അപ്പൻഡിക്സും ഉണ്ട്, ഫോറങ്ങളും ഉണ്ട്. അപ്പൊ അപ്പൻഡിക്സ് എന്ത് പറഞ്ഞാല്, അപ്പൻഡിക്സും ഇത് രണ്ടും കാര്യമായിട്ട് അതിനകത്തുള്ളത്. അപ്പൻഡിക്സ് എന്ന് പറഞ്ഞാല് 1 മുതൽ 27 വരെ അപ്പൻഡിക്സുകൾ. അതിൽ ചോദ്യങ്ങളുണ്ട്. അപ്പൻഡിക്സ് ഇത് ഏത് അപ്പൻഡിക്സിലാണ് എന്ന് ചോദിക്കും ഓരോ കാര്യങ്ങളും. അപ്പൊ പിന്നെ ഉള്ളത് കേരള ട്രഷറി കോഡ് വോളിയം 2ല് 1 മുതൽ 114 ഫോറങ്ങളുണ്ട്. ആ 114 ഫോറങ്ങളെ നമ്മൾ TR എന്ന വാക്കുകൊണ്ടാ സൂചിപ്പിക്കുന്നത്. TR ട്രഷറി ഫോംസ് ആണ്. അപ്പൊ ട്രഷറി ഫോംസ് എന്ന ചുരുക്കപ്പേരില് TR എന്ന വാക്കുകൊണ്ടാണ് ഈ കേരള ട്രഷറി കോഡിലെ വോളിയം 2ലാണ് അതുള്ളത്. ആ ഫോറങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇനി ഒരു ഫോറം TA എന്ന് വെച്ചാ പറഞ്ഞിരിക്കുന്നത്. TA ആണെങ്കിൽ അത് കേരള അക്കൗണ്ട് കോഡ് വോളിയം 2ൽ ഉണ്ടാവും. ആ 2ല് കേരള അക്കൗണ്ട് കോഡ് വോളിയം 2ല് പേജ് 83, 84, പേജ് 84 ലിസ്റ്റ് ഓഫ് ഫോംസ് ഉണ്ട്. ഫോമുകളുടെ ഒരു ലിസ്റ്റ്. അത് ടി എ അത് TA എന്നാണ് അറിയപ്പെടുന്നത്. അക്കൗണ്ട് കോഡിലെ ഫോം എന്ന് പറയുന്നത് TA എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ട്രഷറി അക്കൗണ്ട്സ് എന്നുള്ള രൂപത്തിലാണ് അത് വന്നിരിക്കുന്നത്, TA. അത് പിന്നെ ഫോറം TA 1 മുതൽ TA 36 വരെ ഫോറങ്ങളുണ്ട്. പിന്നെ TA റോമൻ ലെറ്റർ 1 മുതൽ TA 10A വരെ ഫോറങ്ങൾ ലിസ്റ്റിലുണ്ട്. അപ്പൊ ഇതെല്ലാം ഇൻഡെക്സ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. മേലെയുള്ള ട്രഷറി TR ഫോംസ് 114 ഇൻഡെക്സ് ആയി കൊടുത്തിരിക്കുകയാണ്. അപ്പൻഡിക്സ് 27 ഉള്ളത് നമുക്ക് കണ്ടുപിടിച്ചെഴുതാം. അപ്പോ ഇതിനകത്ത് നിന്ന് ഏകദേശം പാസ്സാകാനുള്ള മാർക്ക് കിട്ടും. പക്ഷെ നമ്മൾ കുറച്ച് ചോദ്യങ്ങള് ഉത്തരങ്ങൾ മാത്രം പഠിക്കുക. ഈ ഇൻഡെക്സ് നോക്കി ഇതിൽ നമ്മൾ എന്നാലും 40% എന്ന് പറയുമ്പോഴും നമ്മൾ ഒരു 50 മാർക്കിന്റെ ഉത്തരങ്ങൾ എഴുതാൻ തയ്യാറായിട്ട് വേണം പോകാൻ. യാതൊരു കാരണവശാലും അറിയാത്തത് കുത്തരുത്. നെഗറ്റീവ് മാർക്ക് ഉള്ളതാണ്. അതുകൊണ്ട് ചിലപ്പോൾ അത് നമ്മൾ ജയിച്ചു നിൽക്കുകയായിരിക്കും. നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ പോയിട്ട് കുത്തിയിട്ട് അത് തോൽപ്പിക്കരുത്. നമ്മൾ നമ്മളെ തന്നെ തോൽപ്പിക്കരുത്. അതാണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. അപ്പോ ഇൻഡെക്സ് മാത്രം നോക്കി പിന്നെ ചെറിയ ഒരു അറിവ്, അപ്പൊ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്താലും മതി. പാസ്സാകാവുന്ന ഒരു പേപ്പറാണ് കേരള ട്രഷറി കോഡ്.
എന്റെ അഭിപ്രായത്തിൽ അത് മാത്രം പോരാ, ഇത്തിരിയും കൂടി നമ്മൾ വിവരം വെച്ചോട്ടെ. തീരെ ഇൻഡെക്സ് നോക്കി ഞാൻ തലേന്ന് മാത്രം നോക്കി അതൊരു ഗമയൊന്നുമല്ല. കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാണ് നല്ലത്. ചിലർ പറയുന്ന കേൾക്കാലോ, ഞാൻ തലേന്ന് 1 മണിക്കൂർ നോക്കി പിന്നെ ഇൻഡെക്സും കൂടെ വെച്ച് എഴുതി, ഞാൻ പാസ്സായി, ലോവറും പാസ്സായി, ഹയറും പാസ്സായി എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അത് വേണ്ട. നമ്മൾ ഈ കണ്ടന്റുമായിട്ടൊന്ന് ടച്ച് ചെയ്ത് പോകുന്നതാണ് എപ്പോഴും നല്ലതെന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. ഓക്കെ. അപ്പോ ഇതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. എൻ്റെ ഈ ഇപ്പോൾ 35 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നിങ്ങൾ കേൾക്കണം, കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നാണ് അപേക്ഷിക്കാനുള്ളത്. നിങ്ങൾ ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം ഇത് കേൾക്കാൻ. അതാണ് ഇതിനകത്ത് നമുക്ക് ആകെ പിന്നെ കൂടുതൽ കൂടുതൽ ആൾക്കാരുമായിട്ട് ബന്ധം വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ ക്ലാസ്സിൽ ഇപ്പോൾ എൻ്റെ ക്ലാസ്സുകൾ KSR, കേരള ട്രഷറി കോഡ്, കേരള ഫിനാൻഷ്യൽ കോഡ്, ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ആൻഡ് കേരള അക്കൗണ്ട് കോഡ് വോളിയം 1, KER, MOP, ഇങ്ങനെ 6 പേപ്പറുകളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതിൽ ഈ KSRും MOPയും പെർഫെക്റ്റ് ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ അടക്കം ചെയ്തു കഴിഞ്ഞു. ഇപ്പം ഞാൻ KTCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് KFCയിലും ഇൻട്രൊഡക്ഷനിലും KERലും ചെയ്യാനുണ്ട്. അത് ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ നന്നായിട്ട് ചെയ്യും. നിങ്ങൾ ഇത് ഈ ക്ലാസ് മാത്രം കേട്ടാൽ മതി. എൻ്റെ ക്ലാസ്സുകൾ ഞാൻ ഗ്യാരണ്ടിയാണ് പറയുന്നത്. നിങ്ങൾ ഒരു പൈസ പോലും ഫീസ് കൊടുത്ത് എവിടെയും ചേരേണ്ട ആവശ്യമില്ല. ക്ലാസ് നിർബന്ധമായിട്ടും മനസ്സിലാക്കി കേട്ടാൽ മതി. വോയിസ് ക്ലാസ്സുകളാണ്. നിങ്ങൾക്ക് പാസ്സാകാൻ, ഈസി ആയിട്ട് പാസ്സാകാൻ കഴിയും. ഒരുപാട് പേര് എൻ്റെ ക്ലാസ്സുകൾ മാത്രം കണ്ടിട്ട്, ഞാനൊരു ഇത് പറയുന്നല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ പൈസ കൊടുത്ത് ആർക്കെങ്കിലും എവിടെയെങ്കിലും ചേർന്ന് പഠിക്കണമെങ്കിൽ അങ്ങനെയാവാം. ഞാൻ എന്തായാലും യൂട്യൂബ് ക്ലാസ്സുകൾ മാത്രമാണ്, ഞാൻ ഫീസ് മേടിച്ചിട്ട് ക്ലാസ്സുകൾ എടുക്കുന്നില്ല. പക്ഷേ നിങ്ങൾ ഈ എൻ്റെ ക്ലാസ്സുകൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനൊക്കെ ഒന്ന് കേൾക്കണം. KSRൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കഴിഞ്ഞതാണ്, അത് നിങ്ങൾ കേൾക്കണം. പിന്നെ ഷുവർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ ഒരു സെറ്റ് കൂടി ഞാൻ അടുത്ത ഓരോ പേപ്പറിൻ്റെയും പരീക്ഷയോട് അടുക്കുമ്പോൾ ഇടുന്നതാണ്. ഓക്കെ. പിന്നെ അപ്പോൾ ഇതാണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. KTC വളരെ സിമ്പിളാണ്. സിമ്പിൾ എങ്ങനെയാണ്? സിമ്പിൾ ഈ പിന്നെ ഇൻഡെക്സിൽ ഈ ഫോംസ് ഉള്ളത് കൊണ്ട് നമുക്ക് അവിടെ എളുപ്പത്തിൽ അത് അറ്റൻഡ് ചെയ്ത് പാസ്സാകാൻ വേണ്ടി കഴിയും. കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് പഠിച്ചാൽ മതി. അപ്പോൾ കഴിവതും ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നത് നന്നായിട്ടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഓക്കെ. നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക്, ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ട്രഷറികളുടെ ശരിയായ ഞാൻ പറയട്ടെ, ചിലര് ഈ മലയാളത്തിൽ ഇങ്ങനെ പറയുമ്പോൾ ഈ മലയാളത്തിൽ പറയുന്ന സുഖമൊന്നുമല്ല, നമ്മളത് മലയാളത്തിലേക്ക് മാറ്റി റെഡിയാക്കിയിട്ടാണ് ക്ലാസ്സുകൾ മലയാളത്തിൽ പറയുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇംഗ്ലീഷ് ക്വസ്റ്റ്യനും ഉണ്ടാവും, മലയാളം ക്വസ്റ്റ്യനും ഉണ്ടാവും. 2 ക്വസ്റ്റ്യനും ഇംഗ്ലീഷിലുണ്ടാവും. അപ്പോൾ നമുക്കത് വളരെ സഹായകരമായിരിക്കും, കാര്യങ്ങൾ മനസ്സിലാക്കി ഉത്തരം എഴുതാൻ സഹായിക്കും. മറ്റൊരു കാര്യം, ഈ ഇൻഡെക്സ് നോക്കുമ്പോൾ, ഫോറങ്ങൾ നോക്കുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ആ ഫോറങ്ങൾ നോക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പിന്നെ ഉത്തരത്തിൽ നിന്ന് പോണം. നമുക്ക് ഓപ്ഷൻസ് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും. ആ 4 ഓപ്ഷൻ നമ്മൾ TR 34 ഒരു ഓപ്ഷനാണ്. അപ്പം നമ്മൾ ഇൻഡെക്സിൽ TR 34 എന്താണെന്ന് നോക്കുക. അത് അല്ല, അടുത്തത് നോക്കുക, TR 41 പിന്നെ തന്നിരിക്കുക, അത് നോക്കുക എന്താണ്. ആ രീതിയിൽ ഉത്തരങ്ങൾ കണ്ടുപിടിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഇൻഡെക്സ് മുഴുവൻ പരിശോധിച്ച് ഇന്ന ഫോം എന്നും പറഞ്ഞ് പരിശോധിക്കുന്നത് എളുപ്പമായിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ നോക്കുക ഏതാണ് നല്ലത്. ഓക്കെ. ഇനി അപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻ പറയുമ്പോൾ ഫോറങ്ങൾ മാത്രം ഞാൻ പറയുന്നില്ല. കാരണം ഫോറം പറയുന്നത് വെറുതെയാണ്, നമ്മളിത് സമയം കളയിലാവും. ഫോറങ്ങൾ ഒഴിവാക്കിയിട്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം ഫോറത്തിൽ ഡിസ്കസ് ചെയ്യാൻ ഒന്നുമില്ല. ആ ഇൻഡെക്സിൽ നോക്കിയിട്ട് ആ ഫോറം ഏതാണ്, TR 18 അല്ലെ TR 27, TR 14 ഇങ്ങനെ എഴുതാനേ ഉള്ളൂ. അപ്പൊ അത് ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ. ചോദ്യം, ട്രഷറികളുടെ ശരിയായ പ്രവർത്തനത്തിന് സർക്കാരിനോട് ഉത്തരവാദി ആരാണ്? ട്രഷറി നന്നായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി സർക്കാരിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ ആരാണ് എന്നാണ് ചോദിച്ചത്. അത് ഡയറക്ടർ ഓഫ് ട്രഷറീസ് ആണ്. ഡയറക്ടർ ഓഫ് ട്രഷറീസ്, അതായത് സംസ്ഥാനത്തെ ട്രഷറികളുടെ മൊത്തത്തിലുള്ള ഭരണ ചുമതലയും മേൽനോട്ടവും ഡയറക്ടർ ഓഫ് ട്രഷറീസിനാണ്. അതായത് ട്രഷറി ഡയറക്ടർക്കാണ് എന്നർത്ഥം. അടുത്ത ചോദ്യം, ഡയറക്ടർ ഓഫ് ട്രഷറീസ് ഓരോ ജില്ലാ ട്രഷറിയും കുറഞ്ഞത് എത്ര നാളിൽ ഒരിക്കൽ പരിശോധിക്കണം? ഈ
ട്രഷറി ഡയറക്ടർ ഓരോ ജില്ലാ ട്രഷറിയും എത്ര കാലത്തിലൊരിക്കൽ നിർബന്ധമായിട്ടും പരിശോധിക്കണമെന്നാണ്. മിനിമം ഉത്തരം വർഷത്തിലൊരിക്കൽ പരിശോധിക്കണമെന്നാണ്. ഏറ്റവും ചുരുങ്ങിയത് വർഷത്തിലൊരിക്കൽ പരിശോധിക്കണമെന്നാണ് ഉത്തരം. അടുത്തത്, ട്രഷറിയിൽ ഉണ്ടാകുന്ന ക്രമക്കേടുകൾ ട്രഷറി ചുമതലയുള്ള ഉദ്യോഗസ്ഥനെ അറിയിക്കുന്നത് ഏത് ഫോമിലാണ് എന്നാണ്. അത് ഫോമിലേക്കാണ്, ആ ക്വസ്റ്റ്യൻ ഞാൻ പറയുന്നില്ല. അടുത്തത്, കേരള അക്കൗണ്ട് കോഡുകൾ പ്രകാരമുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് ട്രഷറിയുടെ അക്കൗണ്ടുകൾ സൂക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളാരാണ്? ട്രഷറിയുടെ അക്കൗണ്ടുകൾ സൂക്ഷിക്കാൻ ആ ഉത്തരവാദിത്വം ആർക്കാണ്? ട്രഷറി ഓഫീസർക്കാണ്. കേരള അക്കൗണ്ട് കോഡ് പ്രകാരം ട്രഷറി ഓഫീസർക്കാണ് ട്രഷറിയുടെ അക്കൗണ്ടുകൾ സൂക്ഷിക്കാൻ ഉത്തരവാദിത്തമുള്ളത്. അടുത്ത ചോദ്യം, ഒരു ക്വാർട്ടറിൽ കുറഞ്ഞത് ഒരിക്കലെങ്കിലും ഡെപ്പോസിറ്റ് രജിസ്റ്റർ പരിശോധിക്കേണ്ട അധികാരി ആരാണ്? ഒരു ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ 3 മാസം. 3 മാസത്തിൽ ഒരിക്കലെങ്കിലും ഡെപ്പോസിറ്റ് രജിസ്റ്റർ പരിശോധിക്കേണ്ട ഉത്തരവാദി അല്ല അധികാരി ആരാണ്? അവിടെയുള്ള ഡെപ്പോസിറ്റ് രജിസ്റ്റർ, അത് പിന്നെ ട്രഷറി ഓഫീസറാണ് ഡെപ്പോസിറ്റ് രജിസ്റ്റർ പരിശോധിക്കേണ്ടത്. ട്രഷറിയിൽ വരുന്ന ഡിപ്പോസിറ്റുകൾ. അപ്പോൾ ട്രഷറി ഡിപ്പോസിറ്റ് രജിസ്റ്ററുകൾ കൃത്യമായി സൂക്ഷിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ട്രഷറി ഓഫീസർ 3 മാസത്തിലൊരിക്കൽ ഡിപ്പോസിറ്റ് രജിസ്റ്റർ പരിശോധിക്കുന്നത്. അടുത്ത ചോദ്യം, ഒരു സബ് ട്രഷറിയുടെ കാര്യത്തിൽ, ഇൻ ദ കേസ് ഓഫ് എ സബ് ട്രഷറി ഓഫീസർ ഒരു മാസത്തിൽ എത്ര തവണ ക്യാഷ് ബാലൻസ് പരിശോധിക്കണം? മാസത്തിൽ 2 തവണ എസ് ടി ഒ എന്നാണല്ലോ നമ്മൾ പറയാ, സബ് ട്രഷറി ഓഫീസർ ക്യാഷ് ബാലൻസ് പരിശോധിക്കണം മാസത്തിൽ 2 തവണ. അടുത്തത്, ട്രഷറിയിലെ പണമിടപാടുകൾ കൈകാര്യം ചെയ്യാൻ ഉത്തരവാദി ആര്? ട്രഷറിയിൽ പ്രധാനപ്പെട്ട 3 പോസ്റ്റുകളാണ് ഉള്ളത് കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഒന്ന്, ഇത് ജില്ലാ ട്രഷറിയാണ് പ്രധാനമായും. ട്രഷറി എന്ന് പറയുമ്പോൾ ജില്ലാ ട്രഷറിയാണ് എപ്പോഴും ഉദ്ദേശിക്കുന്നത്. സബ് ട്രഷറിക്ക് പ്രത്യേകമായിട്ട് സബ് ട്രഷറി എന്ന് പറയും. അപ്പൊ ട്രഷറിയിൽ പ്രധാനപ്പെട്ട ഓഫീസർമാർ, ഒന്ന് ട്രഷറി ഓഫീസർ, രണ്ടാമത്തെ ആള് ചീഫ് ട്രഷറർ, മൂന്നാമത്തെ ആള് ചീഫ് അക്കൗണ്ടന്റ്. അതില് പണമിടപാടുകൾ കൈകാര്യം ചെയ്യാൻ ഉത്തരവാദിത്തമുള്ളയാളാണ് ചീഫ് ട്രഷറർ. കണക്കുകൾ റെഡിയായി നോക്കാൻ വേണ്ടി ഉത്തരവാദിത്തമുള്ള ആളാണ് ചീഫ് അക്കൗണ്ടന്റ്. ഓക്കെ. അടുത്ത ചോദ്യം, സബ് ട്രഷറിയുടെ മാസാവസാനത്തെ ക്ലോസിംഗ് ബാലൻസ് പരിശോധിച്ച് വിവരം ആർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? അപ്പൊ ഈ സബ് ട്രഷറികളൊക്കെ തന്നെയും വർക്ക് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാ? ജില്ലാ ട്രഷറിക്ക് വേണ്ടിയിട്ടാ. അപ്പോൾ സബ് ട്രഷറിയുടെ മാസാവസാനത്തെ ക്ലോസിംഗ് ബാലൻസ് പരിശോധിച്ച് വിവരം റിപ്പോർട്ട് ചെയ്യേണ്ടത് ആർക്കാണ്? ജില്ലാ ട്രഷറിക്കാണ് വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം, ക്യാഷ് ബാലൻസിൽ അധിക തുക കണ്ടെത്തിയാൽ അത് ഏതിലാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്? ഇപ്പൊ ക്യാഷ് ബാലൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ കുറച്ച് അധികം തുക കണ്ടെത്തി. അങ്ങനെ അധികം തുക കണ്ടെത്തിയാൽ അത് ഏതിലാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്നാണ് ചോദ്യം. ഓർമ്മിച്ചു വെക്കണേ. എക്സസ് എമൗണ്ട് കണ്ടെത്തി കഴിഞ്ഞാൽ അത് നമ്മളെ റവന്യൂ ഡിപ്പോസിറ്റിലാണ് വെക്കേണ്ടത്. റവന്യൂ ഡിപ്പോസിറ്റ് ആയിട്ടാണ് അത് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. എക്സസ് എമൗണ്ട് റവന്യൂ ഡിപ്പോസിറ്റ് ആയിട്ട് ക്രെഡിറ്റ് ചെയ്യണം. അടുത്ത ചോദ്യം, അത് അന്നേരം ക്രെഡിറ്റ് ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ വരുന്നതൊക്കെ ബാക്കി അന്നേരം അതുപോലെ നോക്കുക. ഇപ്പൊ എക്സസ് ആയിട്ട് കണ്ടാൽ ഉടനെ ആ എമൗണ്ട് എവിടെ ക്രെഡിറ്റ് ചെയ്യുക? പിന്നെ റവന്യൂ ഡിപ്പോസിറ്റിൽ ക്രെഡിറ്റ് ചെയ്യുക. അടുത്ത ചോദ്യം, ഓരോ നോൺ ബാങ്കിങ് ട്രഷറിയുടെയും മാസാവസാന കണക്കുകൾ ഏത് ദിവസമാണ് ക്ലോസ് ചെയ്യേണ്ടത്? നോൺ ബാങ്കിങ് ട്രഷറി ആണെങ്കിൽ ആ മാസത്തെ അവസാന ദിവസം ക്ലോസ് ചെയ്യണം. ലാസ്റ്റ് വർക്കിംഗ് ഡേയിൽ ക്ലോസ് ചെയ്യണം. നോൺ ബാങ്കിങ് സബ് ട്രഷറിയുടെ മാസാവസാന കണക്കുകൾ ലാസ്റ്റ് വർക്കിംഗ് ഡേയിൽ ക്ലോസ് ചെയ്തിരിക്കണം. അടുത്ത ചോദ്യം, അടുത്ത ഫോറമാണത് വേണ്ട. അടുത്തത്
ഒരു ഫോറം ഇവിടെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു ഫോറം ഞാൻ പറയട്ടെ. ക്യാഷ് ബുക്ക് നമ്മളെ എല്ലാ ഓഫീസുകളിലും ഉള്ള ഒരു ബുക്കാണ് ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിന്റെ ഫോറം ഏതാണെന്ന ചോദ്യം. അത് 7A ആണ്. TR 7A ആണ് ക്യാഷ് ബുക്കിന്റെ ഫോറം. അടുത്ത ചോദ്യം. പൂട്ടി സൂക്ഷിച്ചിരിക്കുന്ന ഉപയോഗിച്ച റെസീറ്റ് ബുക്കുകളുടെ കൗണ്ടർ ഫോയിലുകളുടെ സൂക്ഷിപ്പുകാരനാരാണ്? പൂട്ടി സൂക്ഷിച്ചിരിക്കുന്ന ഉപയോഗിച്ച റെസീറ്റ് ബുക്കുകളുടെ കൗണ്ടർ ഫോയിലിന്റെ സൂക്ഷിപ്പുകാരൻ അത് ഓഫീസ് മേധാവിയാണ്, ഹെഡ് ഓഫ് ഓഫീസാണ്. അത് ഹെഡ് ഓഫ് ഓഫീസിന്റെ കൺട്രോളിലാണ് ഉപയോഗിച്ച റെസീറ്റ് ബുക്കുകളുടെ കൗണ്ടർ ഫോയില് സൂക്ഷിക്കേണ്ടത്. അടുത്ത ചോദ്യം. ഓരോ മാസത്തിന്റെയും അവസാനം ക്യാഷ് ബുക്കിലെ പണത്തിന്റെ ബാലൻസ് പരിശോധിച്ച് സാക്ഷ്യപ്പെടുത്തേണ്ടത് ആരാണ്? നമ്മൾ സാധാരണ ഓഫീസുകളിലെ കാര്യമായി പറയുന്നു കേട്ടോ, ട്രഷറിയിലെ അല്ല. സാധാരണ ഓഫീസുകളില് ഓരോ മാസത്തിന്റെ അവസാനത്തിൽ ക്യാഷ് ബുക്കിലെ പണത്തിന്റെ ബാലൻസ് പരിശോധിച്ചിട്ട് അടിയിൽ ഒപ്പിടേണ്ടതായിട്ടുണ്ട്. ക്യാഷ് ബുക്ക് എല്ലാ പ്രാവശ്യവും എഴുതി. അപ്പൊ അതാരാന്നാ ചോദിച്ചാൽ അത് ഹെഡ് ഓഫ് ഓഫീസ് നിർബന്ധമായിട്ടും ഓരോ മാസത്തിന്റെയും അവസാനം നമ്മുടെ ഓഫീസിലുള്ള ക്യാഷ് ബുക്കിലെ പണത്തിന്റെ ബാലൻസ് പരിശോധിക്കുകയും വേണം. ക്യാഷ് ബുക്ക് അവസാന ഡേറ്റ് വരെ അപ് ടു ഡേറ്റ് ആയിട്ട് എഴുതി വെക്കുകയും വേണം. എന്നിട്ട് ഒപ്പിടേണ്ടതാണ്, ഒപ്പിട്ട് സാക്ഷ്യപ്പെടുത്തേണ്ടതാണ്. അത് ചെയ്യേണ്ടത് ഹെഡ് ഓഫ് ഓഫീസാണ്, അതായത് ആ ഓഫീസ് മേധാവിയാണ്. അടുത്ത ചോദ്യം. സർക്കാർ ജീവനക്കാരൻ തന്റെ അക്കൗണ്ടുകൾ ട്രഷറിയുടെ അക്കൗണ്ടുകളുമായി കുറഞ്ഞത് എത്ര നാളിൽ ഒരിക്കൽ ഒത്തുനോക്കണം? അതിനാണ് നമ്മൾ റീകൺസിലേഷൻ എന്ന് പറയുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മളിപ്പോ കുട്ടികൾ ഒരു വലിയ സ്കൂള്, ഒരു ഹൈസ്കൂള്, ആ ഹൈസ്കൂളിൽ ഇപ്പോ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും സ്പെഷ്യൽ ഫീ വാങ്ങുന്നുണ്ട്. 8 വരെയാണ് ഫീസ് ഒന്നും ഇല്ലാത്ത. 9ലും 10ലും സ്പെഷ്യൽ ഫീ വാങ്ങുന്നുണ്ട്. ഈ സ്പെഷ്യൽ ഫീ വാങ്ങുന്നത് നമ്മൾ പിന്നെ ട്രഷറിയിലാണ് അടയ്ക്കുന്നത്. ട്രഷറിയിൽ ഒരു PD അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. ട്രഷറിയിൽ ഈ ബന്ധപ്പെട്ട സ്കൂളിലെ ഹെഡ് മാസ്റ്ററുടെ പേരിൽ ഒരു PD അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ആ PD അക്കൗണ്ടിലാണ് സ്പെഷ്യൽ ഫീയിൽ പണം കിട്ടുന്നതൊക്കെ അടയ്ക്കുന്നത്. അപ്പോൾ സ്പെഷ്യൽ ഫീ പിരിക്കുന്നത് ജൂൺ മാസത്തിലും നവംബർ മാസത്തിലാണ്. പിന്നെ ഇടയ്ക്കൊക്കെ ഉണ്ടാവും. അതൊക്കെ കൊണ്ടുപോയി എവിടെ അടയ്ക്കും? ഈ ട്രഷറിയിലെ PD അക്കൗണ്ടിൽ അടയ്ക്കും. അപ്പോൾ ഈ അക്കൗണ്ടുകൾ ഈ ഹെഡ് മാസ്റ്റർ പേരിലാണ് അവിടെ അടയ്ക്കുന്നത്. അത് മാസത്തിൽ ഒരിക്കൽ ഒത്തുനോക്കണം, അല്ലെങ്കിൽ റീകൺസൈൽ ചെയ്യണം എന്നാണ് പറഞ്ഞത്. ട്രഷറിയിൽ അടയ്ക്കുന്ന ഏതൊരു സർക്കാർ ജീവനക്കാരനും ട്രഷറിയിൽ അടയ്ക്കുന്ന എമൗണ്ട് നമ്മുടെ കണക്കും ട്രഷറിയിലെ കണക്കും തമ്മിൽ ഒത്തുനോക്കിയിരിക്കണം. അതിനാണ് റീകൺസിലേഷൻ എന്ന് പറയുന്നത്. അത് ഏത് കാലത്തിൽ ഒത്തുനോക്കണം? മാസത്തിൽ ഒരിക്കൽ ഒത്തുനോക്കണം എന്നാ പറഞ്ഞത്. മാസത്തിൽ ഒരിക്കൽ. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാ? പിഴവുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ജീവനക്കാർ എല്ലാ മാസവും തങ്ങളുടെ അക്കൗണ്ട് വിവരങ്ങൾ ട്രഷറി കണക്കുകളുമായിട്ട് ഒത്തുനോക്കണം ഓരോ മാസവും. ഓക്കെ. അടുത്ത ചോദ്യം. ട്രഷറിയിൽ നിന്ന് ലഭിക്കുന്ന ചെലാനിൽ ഏത് കോപ്പിയാണ് ഒത്തുനോക്കലിനായിട്ട് ഓഫീസിൽ സൂക്ഷിക്കേണ്ടത്? ഏത് കോപ്പിയാണ് ഓഫീസിൽ സൂക്ഷിക്കേണ്ട കോപ്പി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് പിന്നെ മൂന്നാമത്തെ കോപ്പിയാണ്, തേർഡ് കോപ്പി. നമുക്കറിയാം ഒരു ചെലാന് എത്ര ഫോം ഉണ്ടാവും? 3 ഭാഗങ്ങളുണ്ട്. ഒരു ചെലാന് 3 ഭാഗങ്ങളാണ്. അതിൽ മൂന്നാമത്തെ കോപ്പിയാണ് നമ്മൾ ഇവിടെ ഇതിൽ സൂക്ഷിക്കേണ്ടത്. അടുത്തത് വീണ്ടും ഫോമാണ്, അത് വരുന്നില്ല. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The treasurer cash book shall have a continuous serial number for both for receipts and payments. The treasurer cash book shall have a continuous serial number
ഫോർ ബോത്ത് ഫോർ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ്. അപ്പൊ ട്രഷറി എടുത്തുള്ള ക്യാഷ് ബുക്ക് ഓരോ മാസവും അങ്ങനെയാണ്, ഓരോ മാസത്തേക്കും വേണ്ടി കണ്ടിന്യൂസ് സീരിയൽ നമ്പർ ഇട്ടിരിക്കേണ്ടതാണ്. അതാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത ചോദ്യം, വിച്ച് ഒഫീഷ്യൽസ് ഷാൽ ബി പ്രസന്റ് ഇൻ പേഴ്സൺ വെനെവർ ഡബിൾ ലോക്ക് സ്ട്രോങ് റൂം ഈസ് ഓപ്പൺഡ്? അപ്പൊ ഈ ട്രഷറിയിലെ സ്ട്രോങ് റൂം ഡബിൾ ലോക്ക് വെച്ച് പൂട്ടിയിട്ടാ പോവുക. വൈകുന്നേരം ട്രഷറി ഒക്കെ ക്ലോസ് ചെയ്ത് എല്ലാ ഇടപാടും കഴിഞ്ഞ് ഈ ട്രഷറിയിലെ സ്ട്രോങ് റൂം 2 ലോക്ക് ഇട്ടിട്ട് പൂട്ടിയിട്ടാണ് പോകുന്നത്. ആ 2 ലോക്ക് ഇട്ട് പൂട്ടി പോകുമ്പോൾ അത് പിന്നെ രാവിലെ വന്ന് തുറക്കും. രാവിലെ ഇത് 2 പൂട്ടിന്റെയും കസ്റ്റോഡിയൻ 2 പേരാണ്. അപ്പോ തുറക്കുന്ന സമയത്ത് ആരൊക്കെയാണ് അവിടെ ഉണ്ടായിരിക്കേണ്ടത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തുറക്കുന്ന സമയത്ത് ആരൊക്കെയാണ് ഈ തുറക്കാൻ വേണ്ടി ഹാജരുണ്ടാവേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് നമുക്കറിയാം, ഒന്ന് ട്രഷറി ഓഫീസറാണ്. ട്രഷറി ഓഫീസറും 2 ചീഫ് ട്രഷററുമാണ്. ട്രഷറി ഓഫീസറും ചീഫ് ട്രഷററുമാണ് ഈ 2 ഉദ്യോഗസ്ഥർ. ഡബിൾ ലോക്കിന്റെ കസ്റ്റോഡിയന്മാർ ഇവർ 2. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ആരൊക്കെയാണ് ഈ 2 ലോക്കുകളുടെ കസ്റ്റോഡിയൻ? അവരുടെ 2 പേരുടെ സാന്നിധ്യത്തിൽ മാത്രമേ ഈ 2 ലോക്കുകൾ അവരാണ് തുറക്കുന്നത്, അവരാണ് അടയ്ക്കുന്നത്. ആരൊക്കെ? ട്രഷറി ഓഫീസറും ചീഫ് ട്രഷററുമാണ് ഇത് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഫോമാണ്. ദ എമൗണ്ട് ഓഫ് ലാപ്സ്ഡ് ഡിപ്പോസിറ്റ് റീഫണ്ടഡ് അണ്ടർ ദ റൂൾസ് ഓഫ് ഒരു മിനിറ്റ് ഞാൻ എടുത്തോട്ടെ. അടുത്ത ചോദ്യം, സർക്കാർ ഓഫീസുകളിലെ ക്യാഷ് സ്റ്റോറുകൾ എന്നിവയിൽ മിന്നൽ പരിശോധന നടത്തേണ്ടത് താഴെ പറയുന്നവയിൽ ആരാണ്? ഏത് സർക്കാർ ഓഫീസുകളിലും മിന്നൽ പരിശോധന നടത്താം. എന്തിനു വേണ്ടിയിട്ട്? ക്യാഷും സ്റ്റോറും പരിശോധിക്കാൻ, സാധനങ്ങളും ക്യാഷും പരിശോധിക്കാൻ വേണ്ടി മിന്നൽ പരിശോധന നടത്താൻ ഉത്തരവാദപ്പെട്ട ആളാരാണ്? അത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റാണ്. സംസ്ഥാനത്തെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന് ഏത് ഓഫീസിലും ക്യാഷ് സ്റ്റോർ വരെ പരിശോധിക്കാൻ വേണ്ടി സർപ്രൈസ് വിസിറ്റ് നടത്തണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അവർ വന്നാൽ, ഇപ്പം ഞാൻ ഒരിക്കൽ എനിക്കും ഒരു പണി വന്നതാണ് ഇങ്ങനെ. നമ്മൾ അത് പ്രതീക്ഷിക്കാത്ത ഒരു ദിവസം ഫിനാൻസ് ഓഫീസിലെത്തി. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ക്ലർക്കുമാർ ക്യാഷ് ബുക്ക് അപ്ഡേറ്റ് അല്ലായിരുന്നു. ഒരു 10 ദിവസത്തെ കുറവ് വന്നു. ഇനി അവർ പറയാൻ ബാക്കിയൊന്നുമില്ല, ഒരു പനിഷ്മെന്റ് കിട്ടാതെ നമ്മൾ രക്ഷപ്പെട്ടു പോയത്. അപ്പോൾ അത്തരത്തിൽ നമ്മളൊരു ഓഫീസിൻ്റെ, അതിനുശേഷം ഞാൻ കൃത്യമായിട്ട് അത് പരിശോധിക്കും, ഓഫീസിൻ്റെ പ്രധാനപ്പെട്ട ഓഫീസ് എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു ഫിനാൻഷ്യൽ കാര്യങ്ങളിലൊക്കെ എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ക്യാഷ് ബുക്കിൻ്റെ അപ്ഡേഷൻ. കൃത്യമായി ക്യാഷ് ബുക്ക് എഴുതുന്ന ഒരു ഓഫീസ് നന്നായി പ്രവർത്തിക്കുന്ന ഓഫീസാണെന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. അടുത്ത ചോദ്യം, സർക്കാരിന്റെ ചട്ടപ്രകാരം റീഫണ്ട് ചെയ്യപ്പെടാത്ത ലാപ്സ്ഡ് ഡിപ്പോസിറ്റ് തുക ട്രഷറി അക്കൗണ്ടിൽ കാണിക്കേണ്ടത് എങ്ങനെയാണ്? അത് മിസലേനിയസ് റീഫണ്ട് ആയിട്ടാണ് നമ്മൾ കാണിക്കേണ്ടത്. സർക്കാരിന്റെ ചട്ടപ്രകാരം റീഫണ്ട് ചെയ്യാത്ത ഒരു ലാപ്സ്ഡ് ഡിപ്പോസിറ്റ് തുക, ഇപ്പൊ നമ്മൾ ഒരു കോൺട്രാക്ടർ കെട്ടിവെച്ച ഒരു തുക, ആ തുക അദ്ദേഹം തിരിച്ചു മേടിച്ചില്ല. കെട്ടിവെച്ച തുക
ഡിപ്പോസിറ്റ് ചെയ്ത തുക അത് കാലാവധി കഴിഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പം നമുക്ക് ആ കാലാവധി തിരിച്ചു കൊടുക്കാനുള്ള കാലാവധി കഴിഞ്ഞിട്ടും അയാൾ വാങ്ങിയില്ലെങ്കിൽ നമുക്ക് അതിനെ ലാപ്സ്ഡ് ഡിപ്പോസിറ്റ് എന്ന് പറയാം. അത് എവിടെയാണ് കാലാവധി കഴിഞ്ഞു പോയ നിക്ഷേപങ്ങളുടെ റീഫണ്ട് തുകകൾ പൊതുവെ വിവിധ ഇനം റീഫണ്ടുകളായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ മിസനേലിയസ് റീഫണ്ട് എന്ന ഇതിലാണ് കാണിക്കുക, എന്ന അക്കൗണ്ടിലാണ് നമ്മൾ കാണിക്കുക. അടുത്ത ചോദ്യം, കേരള ട്രഷറി റൂൾസ് പ്രാബല്യത്തിൽ വന്ന തീയതി ഏതാണ്? കേരള ട്രഷറി റൂൾസ് 1963 ജൂലൈ 1 നിലവിൽ വന്നത്. കേരള ട്രഷറി ചട്ടങ്ങൾ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ സർക്കാർ അക്കൗണ്ടിന് കീഴിൽ വരാത്തത് ഏതാണ്? സർക്കാർ അക്കൗണ്ടിന് കീഴിൽ വരാത്തത്, ഇവിടെ ഓപ്ഷൻസ് കണ്ടിൻജൻസി ഫണ്ട്, കൺസോളിഡേറ്റഡ് ഫണ്ട്, പബ്ലിക് അക്കൗണ്ട്. മൂന്നും സർക്കാർ അക്കൗണ്ടിന് കീഴിലാണ് വരുന്നത്. പിന്നെ ഒരെണ്ണം വന്നിരിക്കുന്നത് ലോൺ അക്കൗണ്ടാണ്. ലോൺ അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് അക്കൗണ്ട് അല്ല. അതുകൊണ്ട് ഹിയർ ദ ആൻസർ ഈസ് ലോൺ അക്കൗണ്ട്. അടുത്ത ചോദ്യം, ലാപ്സ്ഡ് ഡിപ്പോസിറ്റ് നമ്മൾ ഒരിക്കൽ കൂടി പറയാം. ലാപ്സ്ഡ് ഡിപ്പോസിറ്റിന് ഒരു ഉദാഹരണമാണ് ഞാനിപ്പോൾ പറഞ്ഞു, കോൺട്രാക്ടർമാർ കെട്ടിവെക്കുന്ന സെക്യൂരിറ്റി ഡിപ്പോസിറ്റ്. ഒരു കോൺട്രാക്ടർ ഒരു സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് കെട്ടിവെച്ചു. അപ്പോൾ അത് ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ആരും തിരികെ ചോദിക്കാതെ കിടക്കുന്ന ഡിപ്പോസിറ്റുകൾ സർക്കാരിൻ്റെ വരവായിട്ട് കണക്കാക്കാറുണ്ട്, റവന്യൂ ഡിപ്പോസിറ്റ് ആയിട്ട് മാറ്റാറുണ്ട്. പിന്നെ നിയമപരമായിട്ടുള്ള ചട്ടങ്ങൾ പാലിച്ച് ആരെങ്കിലും ഈ തുക തിരികെ ആവശ്യപ്പെടുകയാണെങ്കിൽ സർക്കാർ അത് തിരികെ നൽകും, റീഫണ്ട് ചെയ്യും. ഇത്തരത്തിൽ നൽകുന്ന തുക ട്രഷറി അക്കൗണ്ടിൽ പ്രത്യേകമായിട്ട് മിസലേനിയസ് റീഫണ്ട്, അതായത് വിവിധ തരം മടക്കി നൽകലുകൾ എന്ന വിഭാഗത്തിലാണ് ട്രഷറി അക്കൗണ്ടിൽ ഉൾപ്പെടുത്തുന്നത്. ട്രഷറി അക്കൗണ്ടിൽ ഈ ലാപ്സ്ഡ് ഡിപ്പോസിറ്റുകൾ തിരികെ കൊടുക്കേണ്ടി വന്നാൽ, ആ റീഫണ്ട് ചെയ്യേണ്ടി വന്നാൽ ട്രഷറി അക്കൗണ്ടിൽ മിസലേനിയസ് റീഫണ്ട്, എൻ്റെ മലയാളം വിവിധ തരം മടക്കി നൽകലുകൾ എന്ന വിഭാഗത്തിലാണ് കാണിക്കുന്നത്. അടുത്ത ചോദ്യം 32. ബാങ്ക് ട്രഷറിയിൽ നടക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഇടപാടുകളുടെ നെറ്റ് ക്രെഡിറ്റ് അല്ലെങ്കിൽ ഈ ഡെബിറ്റ് ഏത് ഹെഡിലാണ് ഉൾപ്പെടുത്തുക? ബാങ്ക് ട്രഷറിയിൽ നടക്കുന്ന കേന്ദ്ര സർക്കാരുകളുടെ ഇടപാടാട്ടോ. കേന്ദ്ര സർക്കാരുകളുടെ ഇടപാടുകൾ, അത് ഡെബിറ്റ് ആയാലും ക്രെഡിറ്റ് ആയാലും, അത് ഏത് ഹെഡിലാണ് ഉൾപ്പെടുത്തുക എന്നാണ് ചോദിച്ചത്. അത് റിസർവ് ബാങ്ക് ഡിപ്പോസിറ്റ് സെൻട്രൽ എന്ന ഹെഡിലാണ്. റിസർവ് ബാങ്ക് ഡിപ്പോസിറ്റ് സെൻട്രൽ എന്ന ഹെഡിലാണ് ഉൾപ്പെടുത്തുക. അപ്പൊ അത് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട ഡെബിറ്റ് ആയിക്കോട്ടെ ക്രെഡിറ്റ് ആയിക്കോട്ടെ ബന്ധപ്പെട്ട ബാങ്ക് ട്രഷറി ഇടപാടുകൾ രേഖപ്പെടുത്തുകയും അത് ക്രമീകരിക്കുകയും ചെയ്യുന്ന പ്രധാന അക്കൗണ്ടിംഗ് ഹെഡാണ് ഞാൻ ഈ പറഞ്ഞ റിസർവ് ബാങ്ക് ഡിപ്പോസിറ്റ് സെൻട്രൽ. ഓക്കെ, അടുത്ത ചോദ്യം, എല്ലാം ഫോമാണ് ചോദിച്ചിരിക്കുന്നതൊക്കെ. അടുത്ത നമ്മൾ ആരുടെ അനുമതി ഇല്ലാതെയാണ് സബ് ട്രഷറിയിൽ അധികമായി പൂട്ടുകൾ സൂക്ഷിക്കാൻ പാടില്ല? സ്പെയർ പൂട്ടുകൾ സബ് ട്രഷറിയിൽ സൂക്ഷിക്കാൻ പാടില്ല. അധികം പൂട്ടുകൾ, എക്സ്ട്രാ പൂട്ട്, ഒരു 2 ഇവിടെ ഇരുന്നോട്ടെ എന്നും പറഞ്ഞ് ട്രഷറിയിൽ സൂക്ഷിക്കാൻ പാടില്ല. നിയമപ്രകാരമുള്ള പാഡ് ലോക്കുകൾ അല്ലാതെ ഒരു പൂട്ടുകളും ട്രഷറിയിൽ സൂക്ഷിക്കാൻ പാടില്ല. അത്തരത്തിൽ പാഡ് ലോക്കുകൾ സൂക്ഷിക്കണമെങ്കിൽ ആരുടെ അനുമതി വേണം? ട്രഷറി ഡയറക്ടറുടെ അനുമതി വേണം, അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് ട്രഷറീസിന്റെ അനുമതി വേണം. അടുത്ത ചോദ്യം, കറൻസി ചെസ്റ്റുകളുടെ ആവശ്യമായ ഫോം പരിപാലിക്കുന്നതിനുള്ള ചുമതല ആർക്കാണ്?
കറൻസി ചെസ്റ്റ് പരിപാലിക്കേണ്ടത് ശരിക്കും ആരാണ്? കറൻസി ഓഫീസറാണ്. അത് റിസർവ് ബാങ്കിന്റെയോ അല്ലെങ്കിൽ ചുമതലയുള്ള ബാങ്കിന്റെയോ കീഴിലുള്ള കറൻസി ചെസ്റ്റുകളുടെ പ്രവർത്തനങ്ങളും ഫോമുകളും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ശരിക്കും കറൻസി ഓഫീസറാണ്. ഒരു അടുത്ത ചോദ്യം, ഒരു അക്കൗണ്ടിൽ എത്ര വർഷം, എത്ര സാമ്പത്തിക വർഷം യാതൊരു ഇടപാടും നടന്നിട്ടില്ലെങ്കിൽ അതിനെ അൺഓപ്പറേറ്റഡ് അക്കൗണ്ടായി കണക്കാക്കും. പ്രവർത്തനരഹിതമായ അക്കൗണ്ടായിട്ട് കണക്കാക്കുന്നത് എപ്പോഴാണ്? എത്ര കാലത്തേക്ക് ഒരു യാതൊരു ഇടപാടും നടന്നിട്ടില്ലെങ്കിലാണ്? അത് 5 വർഷത്തേക്കാണ്. 5 വർഷം ഒരു അക്കൗണ്ടിൽ, ട്രഷറിയിലെ ഒരു അക്കൗണ്ടിൽ 5 വർഷമായി ഒരുവിധ ഇടപാടും നടന്നിട്ടില്ല എങ്കിൽ അതിനെ എന്തു പറയും? അൺഓപ്പറേറ്റഡ്, പ്രവർത്തനരഹിതമായിട്ടുള്ള അക്കൗണ്ടായിട്ട് പറയും. അടുത്ത ചോദ്യം 13. സബ് ട്രഷറിയുടെ അക്കൗണ്ടുകൾ ജില്ലാ ട്രഷറിയിലേക്ക് എത്തിക്കേണ്ട അവസാന തീയതി എപ്പോഴാണ്? സബ് ട്രഷറിയുടെ അക്കൗണ്ടുകളെല്ലാം തന്നെ ജില്ലാ ട്രഷറിയിലേക്ക് എത്തിക്കേണ്ടത് അടുത്ത മാസത്തെ 2ാമത്തെ പ്രവൃത്തി ദിവസമാണ്. അത് ഓർമ്മിച്ച് വെക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത മാസത്തെ 2ാമത്തെ പ്രവൃത്തി ദിവസമാണ് തലേ മാസത്തെ എല്ലാ അക്കൗണ്ടുകളും സബ് ട്രഷറി എന്ത് ചെയ്യേണ്ടത്? ജില്ലാ ട്രഷറിയിലേക്ക് എത്തിക്കേണ്ടത്. 2 ദിവസം കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ കൃത്യസമയത്ത് അവിടെ അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യാൻ പറ്റാതെ വരും ജില്ലാ ട്രഷറിയിൽ. അതുകൊണ്ടാണ് 2ാം പ്രവൃത്തി ദിവസം തന്നെ എത്തിക്കണം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, കറൻസി ചെസ്റ്റ് ബുക്ക് ഉപയോഗശൂന്യമായി തീർന്നതിന് ശേഷം എത്ര പൂർണ്ണ സാമ്പത്തിക വർഷം സൂക്ഷിക്കണം? ആ കറൻസി ചെസ്റ്റിന്റെ ബുക്ക് ഉണ്ട്. ആ ബുക്ക് അത് കംപ്ലീറ്റ് ആയതിനു ശേഷം പിന്നെ എത്ര സാമ്പത്തിക വർഷം സൂക്ഷിക്കണമെന്നാ? അത് 3 ഫിനാൻഷ്യൽ ഇയർ സൂക്ഷിക്കണം. അടുത്ത ചോദ്യം, ബാങ്കിന്റെ സ്വന്തം കസ്റ്റഡിയിലുള്ള ചെസ്റ്റിലെ ബാലൻസ് പരിശോധന സ്വന്തം ഉദ്യോഗസ്ഥരെ വെച്ച് നടത്തുന്ന ബാങ്ക് ഏതാണ്? അത് റിസർവ് ബാങ്കാണ്. ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രത്യേകത എന്താ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള കറൻസി ചെസ്റ്റിലെ, അത് ബാങ്കിന്റെ കീഴിലുള്ള കറൻസി ചെസ്റ്റ് ആയിരിക്കുമല്ലോ, ആ ചെസ്റ്റിലെ ബാലൻസ് പരിശോധന റിസർവ് ബാങ്കിന്റെ തന്നെ ഉദ്യോഗസ്ഥരെ വെച്ചിട്ടാണ് അവര് പരിശോധന നടത്തുന്നത്. അടുത്ത ചോദ്യം, ട്രഷറി സേവിങ്സ് ബാങ്ക് ഓരോ സാമ്പത്തിക വർഷവും പൊതുജനങ്ങൾക്കായി എപ്പോഴാണ് അടച്ചിടുന്നത്? പൊതുജനങ്ങളെ പ്രവേശിപ്പിക്കാത്തത് എപ്പോഴാണ്? അതായത് ട്രഷറി സേവിങ്സ് ബാങ്ക് നമ്മൾ മാർച്ച് മാസത്തിലെ അവസാനത്തെ 2 പ്രവൃത്തി ദിവസം വർക്ക് ചെയ്യില്ല. ട്രഷറി സേവിങ്സ് ബാങ്ക് ലാസ്റ്റ് 2 വർക്കിംഗ് ഡേ മാർച്ചിലെ അവസാനത്തെ 2 പ്രവൃത്തി ദിവസങ്ങളിൽ ട്രഷറി സേവിങ്സ് ബാങ്ക് പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുക്കില്ല. കാരണം അവിടെ വാർഷിക കണക്കെടുപ്പുകൾ നടത്തുന്നതിനായിട്ട് മാർച്ച് മാസത്തെ അവസാന 2 പ്രവൃത്തി ദിവസങ്ങളിൽ എന്തില്ല? TSB, ട്രഷറി സേവിങ്സ് ബാങ്ക് പൊതുജനങ്ങൾക്കായിട്ട് പ്രവർത്തിക്കില്ല. അടുത്ത ചോദ്യം, TSB അക്കൗണ്ടുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നിലവിൽ വന്ന് താഴെ പറയുന്നവ ഏത് തീയതിയിലാണ്? TSB അക്കൗണ്ട്, ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ 1973 ഫെബ്രുവരി 1 വന്നത്. അടുത്ത ചോദ്യം, ഗസറ്റഡ് ഓഫീസർമാർക്ക് അക്കൗണ്ടന്റ് ജനറലിൽ നിന്ന് പേ സ്ലിപ്പ് ലഭിക്കാതെ എത്ര മാസത്തേക്ക് ശമ്പളവും അലവൻസുകളും താൽക്കാലികമായി മാറാൻ അനുവാദമുണ്ട്? നിങ്ങൾ മനസ്സിലാക്കുക. ഒരു പിന്നെ നോൺ ഗസറ്റഡ് ഓഫീസർ, ഇപ്പോൾ ഓരോ ഉദാഹരണം പറഞ്ഞുതരാം. ഒരു ഹൈസ്കൂൾ ടീച്ചർ, ഹൈസ്കൂൾ HM ആയി, ഗവൺമെൻറ് ഹൈസ്കൂൾ ടീച്ചർ ഗവൺമെൻറ് ഹൈസ്കൂൾ HM ആയി. അപ്പോൾ ഗവൺമെൻറ് ഹൈസ്കൂൾ HM എന്ന് പറഞ്ഞാൽ ഗസറ്റഡ് പോസ്റ്റാണ്. അപ്പോൾ അങ്ങനെ പിന്നെ ഈ ഗസറ്റഡ് പോസ്റ്റിൽ കയറി കഴിഞ്ഞാൽ പിന്നെ സാലറി ഒക്കെ കിട്ടണമെങ്കിൽ അക്കൗണ്ടന്റ് ജനറലിൻ്റെ പേ സ്ലിപ്പ് കിട്ടണം. ആ പേ സ്ലിപ്പ് വെച്ച് ട്രഷറി ഓഫീസർ ശമ്പളം തരുള്ളൂ. അത് നമ്മൾ ട്രാൻസ്ഫർ ആയാലും അങ്ങനെ തന്നെയാണ്. ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആയാൽ ട്രഷറി മാറ്റം ഉണ്ടെങ്കിൽ
അതിനും അക്കൗണ്ടന്റ് ജനറൽ പേ സ്ലിപ്പ് തരണം. എന്നാൽ മാത്രമേ ശമ്പളം മാറാൻ പറ്റൂ. പക്ഷെ ഇത്തരം സാഹചര്യത്തിൽ ട്രഷറി ഓഫീസർ LPC വെച്ചിട്ട് ലാസ്റ്റ് പേ സ്ലിപ്പ് വെച്ച് ലാസ്റ്റ് പേ സർട്ടിഫിക്കറ്റ് ഇവർക്ക് ഈ ഉദ്യോഗസ്ഥന് ഉണ്ടാവുമല്ലോ, ആ ലാസ്റ്റ് പേ സർട്ടിഫിക്കറ്റ് വെച്ച് 3 മാസം വരെ ശമ്പളം കൊടുക്കാം. പഴയ നിരക്കിലുള്ള 3 മാസം വരെ ശമ്പളം കൊടുക്കാവുന്നതാണ്, പഴയ നിരക്കിൽ. അതാണ് ഇവിടെ ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. ഒരു ഗസറ്റഡ് ഓഫീസർമാർക്ക് അക്കൗണ്ടന്റ് ജനറൽ നിന്ന് പേ സ്ലിപ്പ് ലഭിക്കാതെ എത്ര മാസത്തേക്ക് ശമ്പളവും അലവൻസുകളും താൽക്കാലികമായി മാറാൻ അനുവാദമുണ്ട്? വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അത്. ഗസറ്റഡ് ഓഫീസർമാർക്ക് 3 മാസം വരെ താൽക്കാലികമായിട്ട് പേ സ്ലിപ്പ് കിട്ടിയില്ലെങ്കിലും ശമ്പളം മാറാവുന്നതാണ്. 3 മാസം കഴിഞ്ഞാൽ ട്രഷറി ഓഫീസർ തരില്ല, പിന്നെ പേ സ്ലിപ്പ് കിട്ടണം. അടുത്ത ചോദ്യം 53. ചോദ്യം: കണ്ടിൻജൻസിയിൽ നിന്ന് ഈടാക്കുന്ന ഏത് ജീവനക്കാരുടെ ശമ്പളമാണ് എസ്റ്റാബ്ലിഷ്മെന്റ് പേ ബില്ലുകളിൽ ഉൾപ്പെടുത്താൻ പാടില്ലാത്തത്? പൊതുവേ ഈ നമ്മൾ പാർട്ട് ടൈം കണ്ടിൻജന്റ് മീനിയൽ സ്റ്റാഫുകൾ ഉണ്ട്. മീനിയൽ PTCM, FTCM, അതൊരു മീനിയൽസ് ആണ്. കണ്ടിൻജന്റ് വിഭാഗത്തിൽ നിന്നാണ് അവരുടെ കണ്ടിൻജൻസിയിൽ നിന്നാണ് അവരുടെ ശമ്പളം ഈടാക്കുന്നതെങ്കിൽ അവരുടെ പേര് എസ്റ്റാബ്ലിഷ്മെന്റ് പേ ബില്ലുകളിൽ ഉൾപ്പെടുത്താൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ അതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. എന്തെങ്കിലും ചോദ്യം എന്നാലും ആ രീതിയിൽ വന്നതുകൊണ്ടാണ് ഇത് പറയുന്നത്. കണ്ടിൻജൻസിയിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന ജീവനക്കാരുടെ ശമ്പളം എന്ത് ചെയ്യാൻ പാടില്ല? എസ്റ്റാബ്ലിഷ്മെന്റ് പേ ബില്ലുകളിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പാടില്ല. അടുത്ത ചോദ്യം 55. കുടിശ്ശിക ശമ്പളം താഴെ പറയുന്നവയിൽ ഏത് രീതിയിലാണ് പിൻവലിക്കേണ്ടത്? അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇതും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒരു അരിയർ സാലറി കിട്ടാനുണ്ട്. നമ്മൾ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തിട്ട് കേൾക്കുക, പ്രൊബേഷൻ 2 വർഷം കഴിഞ്ഞ് പ്രൊബേഷൻ ഡിക്ലെയർ ആയി. പക്ഷെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി പിന്നെ 7 മാസം എടുത്തു എന്ന് വിചാരിക്കാം. പഴയ ഡേറ്റിൽ വെച്ച് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തു, പക്ഷെ 7 മാസം കഴിഞ്ഞാൽ ഓർഡർ ആയത്. അപ്പം നമുക്ക് സെക്കൻഡ് ഇൻക്രിമെന്റ് പഴയ ഡേറ്റിൽ മേടിക്കാം. അപ്പോൾ സെക്കൻഡ് ഇൻക്രിമെന്റ് കഴിഞ്ഞിട്ട് 7 മാസത്തെ അരിയർ നമുക്ക് കിട്ടാനുണ്ടാവും, ആ ഇൻക്രിമെന്റൽ അരിയർ. അപ്പോൾ അതൊരു കുടിശ്ശികയാണ്, ഒരു അരിയറാണ്, ഇൻക്രിമെന്റൽ അരിയർ നമുക്ക് പറയാം. അത് നമുക്ക് ബില്ല് എഴുതി മാറണം. ആ ബില്ല് എന്താണ് പറഞ്ഞിരിക്കുന്നത്? കുടിശ്ശിക ശമ്പളം അല്ലെങ്കിൽ അരിയർ പേ യാതൊരു കാരണവശാലും ശമ്പള ബില്ലിനോടൊപ്പം മാസ ശമ്പളത്തോടൊപ്പം ക്ലെയിം ചെയ്യരുത്. അത് സെപ്പറേറ്റ് ബില്ലായിട്ട് ക്ലെയിം ചെയ്യണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രത്യേക ബില്ലായിട്ട് ക്ലെയിം ചെയ്യണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അടുത്ത ചോദ്യം: സ്വകാര്യ വ്യക്തികളുടെ ആവശ്യത്തിനായി നിയോഗിക്കപ്പെടുന്ന പോലീസ് കാവലിന്റെ ചെലവ് എത്ര നാളത്തേക്കാണ് മുൻകൂറായി ഈടാക്കേണ്ടത്? സ്വകാര്യ വ്യക്തികൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ കിട്ടും. പോലീസ് അത് അവർ ഫീസ് കൊടുത്തിട്ട് അതിന്റെ ചാർജ് കൊടുത്ത് ട്രഷറിയിൽ അടച്ചിട്ട് അവർക്ക് പോലീസിന്റെ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ പോലീസിന്റെ സേവനം പല പരിപാടികൾക്കും കിട്ടാറുണ്ട്. അത് ആ രീതിയിൽ അത് എത്ര നാളത്തേക്കാണ് മുൻകൂർ ഈടാക്കേണ്ടതാ? 1 മാസത്തെ പണം മുൻകൂറായി ഈടാക്കിയാൽ മാത്രമേ, മുൻകൂറായി അടച്ചാൽ മാത്രമേ ആ ഒരു സേവനം കൊടുക്കാൻ പാടുള്ളൂ. 1 മാസത്തെ മുൻകൂറായി അടയ്ക്കണം. അടുത്ത ചോദ്യം: പ്രൈമറി സ്കൂളുകളുടെ ചെറിയ നിർമ്മാണ അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ട കണ്ടിൻജന്റ് ബില്ലുകൾ പാസ്സാക്കാൻ അധികാരം ആർക്കാണ്? പ്രൈമറി സ്കൂളുകളുടെ ചെറിയ കണ്ടിൻജൻസി ആയിട്ട് ബന്ധപ്പെട്ട ചെറിയ അറ്റകുറ്റപ്പണികളുടെ ബില്ലുകളാണ്. അത് AEOയ്ക്ക് പാസ്സാക്കാം, അസിസ്റ്റന്റ് എഡ്യൂക്കേഷണൽ ഓഫീസർക്ക് പാസ്സാക്കാവുന്നതാണ്. അടുത്ത ചോദ്യം: ഒരു ഓഫീസിന് ആവശ്യമായ സർവീസ് പോസ്റ്റേജ് സ്റ്റാമ്പുകൾ താഴെ പറയുന്ന ഏത് സ്ഥാപനത്തിൽ നിന്ന് വാങ്ങണം? സർവീസ് പോസ്റ്റേജ് സ്റ്റാമ്പുകൾ വാങ്ങേണ്ടത് ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നിന്നാണ്. ഒരു ഓഫീസിന് ആവശ്യമായിട്ടുള്ള സർവീസ് പോസ്റ്റേജ് സ്റ്റാമ്പുകൾ വാങ്ങേണ്ടത് ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നിന്നാണ്. അടുത്ത ചോദ്യം: ഹൈസ്കൂൾ അധ്യാപകരുടെ ശമ്പളം മാറി നൽകാൻ അധികാരമുള്ളത് ആർക്കാണ്? ഹൈസ്കൂൾ അധ്യാപകരുടെ ശമ്പളം മാറി നൽകുന്ന ആരാണ്? ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ ആണ്. ഭൂനികുതി റീഫണ്ട് നടത്തേണ്ടത് ആരാണ്? ശ്രദ്ധിക്കണേ, ഭൂനികുതി റീഫണ്ട് ഓഫ് ലാൻഡ് റവന്യൂ
അത് നടത്തേണ്ടത് റവന്യൂ ഇൻസ്പെക്ടറാണ്. നമ്മൾ ഒരു നമുക്കൊരു അരേക്കർ സ്ഥലമുണ്ട്. ആ അരേക്കർ സ്ഥലത്തിന് നമ്മൾ ഓൺലൈൻ പോർട്ടലിൽ കൂടി നമ്മൾ നികുതി അടച്ചു എന്ന് വിചാരിക്കുക. നികുതി അടച്ചപ്പോൾ 500 രൂപയാണ് നികുതി അടച്ചത്. അപ്പോൾ അത് ടൈപ്പ് ചെയ്ത് ബുക്ക് പോയപ്പോൾ 1500 അല്ലെങ്കിൽ 500 രൂപ 2 തവണ അടച്ചുപോയി. ഇത്തരത്തിൽ സാങ്കേതികമായിട്ട് അധികം തുക അടച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ തുക ലാൻഡ് റവന്യൂവിൽ അധികമായി അടച്ച തുക തിരിച്ചു കിട്ടാൻ വേണ്ടി അപേക്ഷ കൊടുക്കാം. അത് വില്ലേജ് ഓഫീസർക്കാണ് നമ്മൾ ആ അപേക്ഷ കൊടുക്കേണ്ടത്. ആ വില്ലേജ് ഓഫീസർ അവിടുന്ന് അന്വേഷണം നടത്തി ഈ ടാക്സ് റെസീറ്റിന്റെ കോപ്പിയും വെക്കണം. അത് താലൂക്കിലേക്ക് അയക്കും. തഹസിൽദാർ ഓഫീസിലേക്ക് അയച്ച് തഹസിൽദാർ ഓഫീസിൽ നിന്ന് നമുക്ക് റവന്യൂ ഇൻസ്പെക്ടറാണ് അത് റീഫണ്ടിനുള്ള അറേഞ്ച്മെന്റ് നൽകുന്നത്. അപ്പൊ ഭൂനികുതി റീഫണ്ട് നടത്തേണ്ടത് ആരാണ് എന്നാണ്. ഭൂനികുതി അടച്ചാൽ റീഫണ്ട് കിട്ടുമെന്നല്ല അർത്ഥം. ഭൂനികുതി അടയ്ക്കുമ്പോൾ എന്തെങ്കിലും കാരണവശാല് തെറ്റ് സംഭവിച്ചാൽ, അധികം അടച്ചു പോയാൽ, അത്തരത്തിൽ എന്തെങ്കിലും ഓൺലൈൻ പോർട്ടലിൽ നിന്ന് ഡ്യൂപ്ലിക്കേഷനോ അല്ലെങ്കിൽ സംഖ്യ കൂടിപ്പോയൊക്കെ ചെയ്താൽ അത് തിരിച്ചു കിട്ടും. അത് റെഡിയാക്കേണ്ടത് നമ്മൾ അപേക്ഷ കൊടുക്കണം. ഈ ഭൂനികുതിയുടെ റെസീറ്റിന്റെ കോപ്പി വെച്ചിട്ട് വില്ലേജ് ഓഫീസർക്ക് അപേക്ഷ കൊടുക്കണം. അയാൾ അന്വേഷിച്ചിട്ട് അത് തഹസിൽദാർക്ക് റെഫർ ചെയ്യും. അവിടെ വെച്ച് ആര് തരും? റവന്യൂ ഇൻസ്പെക്ടറാണ് അത് നമുക്ക് തിരികെ തരുന്നത്. ഓക്കെ, നമുക്ക് ഈ വീഡിയോയുടെ സമയം ഇവിടെ കഴിഞ്ഞതായിട്ടാണ്. അതുകൊണ്ട് നമുക്ക് ബാക്കി ചോദ്യങ്ങൾ അടുത്ത വീഡിയോയിലേക്ക് മാറ്റാം. ഓക്കെ, ക്ലാസ് കേട്ട എല്ലാവർക്കും നന്ദി. പലതവണ ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കിത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ തന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും കുറേ. അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല. ക്ലാസ് കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.